എല്ലാവർക്കും നമസ്കാരം. കിരീടവുമായി എനിക്ക് ആത്മബന്ധമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. കിരീടം എന്ന ചിത്രത്തിനാണ് ലൊക്കേഷൻസ് എല്ലാം തന്നെ ലാൻഡ്മാർക്കായി മാറിയത്. കിരീടം പാലം, കിരീടം പലവ്യഞ്ജനക്കട, കിരീടം ജംഗ്ഷൻ, കിരീടം. എൻ്റെ വീട് കുറേ കാലം അറിയപ്പെട്ടിരുന്നത് കിരീടം ഷൂട്ട് ചെയ്ത വീടിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി ജഗദീഷിൻ്റെ വീട് മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ലാൻഡ്മാർക്ക്. കിരീടം ഉണ്ണി, കിരീടം ആ സിനിമയുടെ പേരിൽ തന്നെ കിരീടം ഉണ്ണി. ഉണ്ണി ദിനേശും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്. ദിനേശ് അന്ന് വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിയിരുന്ന, ചാനൽ 12 എന്ന് പറയുന്ന ലൈബ്രറി നടത്തിയിരുന്ന ദിനേശ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ദിനേശിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് സെബി, എൻ്റെ ആദ്യ കഥ ശ്രീനിവാസൻ തിരക്കഥയാക്കുമ്പോൾ അതിന് സംവിധായകനായി വന്നത് സിബി മലയിലാണ്. ഓടൻ നമ്മാവ ആളറിയാം എന്ന് എൻ്റെ ആദ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ രീതിയിലെല്ലാം തന്നെ ആത്മബന്ധം. സെവനാർട്സ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ പ്രിയദർശൻ പരിചയപ്പെടുത്തി തന്ന വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കലാഹൃദയമുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ. എന്താ പറയുക, എ ട്രൂ ജെന്റിൽമാൻ. എല്ലാ അർത്ഥത്തിലും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ബിഹേവിയർ. ഏത് ടെൻഷനും, എന്ത് ടെൻഷൻ വന്നാലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ വിദേശമായിരുന്നുകൊണ്ട് ഹിന്ദിയൊക്കെ ഒരുപാട് സംസാരിക്കും. ആജി എല്ലാത്തിനും ആരും. പിന്നെ മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ പഠിച്ചാണ് പ്യാർലാൽ. അന്ന് തൊട്ട് ആ കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലിനെ എനിക്ക് അടുത്ത പരിചയമുണ്ട്. പ്രിയദർശനെ അറിയാം, എം ജി ശ്രീകുമാറിനെ അറിയാം. അങ്ങനെ തിരുവനന്തപുരത്ത് തൈക്കാട് പ്രദേശത്തുള്ള എല്ലാവരും അറിയാം.